أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. ഏറ്റവും ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇരുവീട്ടിലും വിജയിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ നാം അവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് പരിഹരിച്ച് തരുമാറാവട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ധാരാളം ആളുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും അസുഖം കാമിലായ ശിഫ നൽകി പരിപൂർണമായി ഭേദപ്പെടുത്തി കൊടുക്കുമാറാവട്ടെ. മരിക്കുന്ന സമയത്ത് നാം ഏവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാൻ സലാമത്താക്കി മരിപ്പിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസുണ്ട്. ഇത്തഖി ദഅവത്തൽ മദ്ലൂം, നിങ്ങൾ ആക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥന, അവന്റെ വേദന, അവന്റെ പ്രയാസം നിങ്ങൾ സൂക്ഷിക്കണം കേട്ടോ. മർദ്ദിതന്റെ പ്രയാസങ്ങള്, മർദ്ദിതന്റെ വേദനകള്, അവന്റെ പ്രാർത്ഥന നിങ്ങൾ സൂക്ഷിക്കണം. കാരണം ഫഇന്നഹു ലൈസ ബൈനഹാ വബൈനല്ലാഹി ഹിജാബ്, അവന്റെയും അവന്റെ കഷ്ടതയുടെയും പ്രയാസത്തിന്റെയും ഇടയിൽ മറ്റൊരു മറയില്ല. അവന്റെ പ്രാർത്ഥനയുടെയും അതുപോലെ തന്നെ അള്ളാഹു അവനെ പരിഗണിക്കുന്നതിൻ്റെയും ഇടയിൽ യാതൊരു മറയുമില്ല. അതുകൊണ്ട് മർദ്ദിതന്റെ കാര്യം നിങ്ങൾ പ്രത്യേകം പരിഗണിക്കണമെന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയുണ്ടായി. അഥവാ മർദ്ദിതർ ആരാണോ, ആക്രമിക്കപ്പെടുന്നവൻ ആരാണോ, അവരുടെ കൂടെ നിൽക്കണം. എന്തുകൊണ്ടെന്നാൽ അവരുടെ കൂടെ അള്ളാഹു ഉണ്ട്. പരിശുദ്ധ ഖുർആനിലെ ആലു ഇംറാനിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, വല്ലാഹു ലാ യുഹിബ്ബുൽ ളാലിമീൻ, അല്ലാഹു തആല ഒരിക്കലും അക്രമിയെ ഇഷ്ടപ്പെടുകയില്ല. നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിന്റെ അവസ്ഥ നമുക്കറിയാം. ഒരു വശത്ത് സാമ്രാജ്യത്വ ശക്തികളുടെ അഹങ്കാരവും അധിനിവേശവും നടക്കുന്നു. മറുവശത്ത് ഒന്നിനും വകയില്ലാത്ത, എന്നാൽ ആദർശധീരത കൈവിടാത്ത ദുർബലരായ മനുഷ്യരുടെ അതിജീവന പോരാട്ടങ്ങളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, മർദ്ദിതനും മർദ്ദകനും തമ്മിലുള്ള പോരാട്ടങ്ങൾക്ക് ചരിത്രങ്ങളുടെ ഒരു പഴക്കമുണ്ട്. മഹാനായ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം മർദ്ദിതനായിരുന്നു, ഫറവ മർദ്ദകനായിരുന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും നമ്രൂദിന്റെയും സംഭവം ഇങ്ങനെ തന്നെയാണ്. പ്രിയപ്പെട്ട മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ശത്രുക്കളാൽ അതിക്രൂരമായി മർദ്ദിക്കപ്പെട്ടിട്ടുണ്ട്. ഇവിടെയൊക്കെ ചരിത്രങ്ങൾ പരിശോധിച്ച് നോക്കുമ്പോൾ അന്തിമ വിജയം ആർക്കായിരുന്നു എന്നുള്ളൊരു ചോദ്യമുണ്ട്. അത് മർദ്ദിക്കപ്പെടുന്ന വിഭാഗങ്ങൾക്കായിരുന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ടെന്നാൽ അള്ളാഹുവിൽ ബലമേൽപ്പിച്ചുകൊണ്ട്, സത്യത്തിൽ അടിയുറച്ചുകൊണ്ട് അവര് നിന്നപ്പോൾ അള്ളാഹുവിന്റെ സഹായം അവർക്കുണ്ടായി. ഒന്നെങ്കിൽ ഭൗതികമായ സഹായം തന്നെ ഉണ്ടാകും, അല്ലെങ്കിൽ പാരത്രികമായ സഹായം തീർച്ചയായും ഉണ്ടാകും എന്നുള്ളതാണ്. അതായത് അല്ലാഹു തആല മർദ്ദിത ജനവിഭാഗങ്ങളുടെ കൂടെയാണ് എപ്പോഴും ഉണ്ടാവുക. ഈ ഒരു കാര്യം ഈ ഒരു പുതിയ കാലഘട്ടത്തിൽ, വർത്തമാനകാല സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു ജനതയുടെയോ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെയോ വിജയം നിർണയിക്കുന്നത് അവരുടെ കയ്യിലുള്ള സൈനിക ശക്തിയോ സാമ്പത്തിക മേധാവിത്വമോ അത്യാധുനികമായ ആയുധങ്ങളോ അല്ല, മറിച്ച് അവർ ഉയർത്തിപ്പിടിക്കുന്ന നീതിയുടെ നിലപാടുകളാണ്. സമകാലിക സംഭവങ്ങൾ അതിന് സാക്ഷ്യം പറയുന്നുണ്ട്. ഭൗതികമായ സകല ശക്തികളും ഒത്തുചേർന്ന് ഒരു ജനതയെ ഇല്ലാതാക്കാൻ
തിന്മകളുടെ ശക്തികളായ സിയോണിസ്റ്റുകളും അമേരിക്കൻ സാമ്രാജ്യവും ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആദർശത്തിൻ്റെ കരുത്തിൽ ശക്തമായ രൂപത്തിൽ അതിനെ ചെറുക്കുന്ന ഒരു സംഭവമാണ് പുതിയ കാലഘട്ടത്തിലുള്ളത്. പ്രത്യേകിച്ച് ഇറാനിലെയും ഗസയിലെയും സംഭവങ്ങൾ അതിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒന്നാണ്. പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, വലാ തഹിനു വലാ തഹ്സനു വഅൻതുമുൽ അലൗൻ ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങൾ ദുർബലരാകരുത്, നിങ്ങൾ ദുഃഖിക്കാനും പാടില്ല. നിങ്ങൾ യഥാർത്ഥ വിശ്വാസികളാണെങ്കിൽ നിങ്ങൾ തന്നെയാണ് ഉന്നതർ. അൻതുമുൽ അലൗൻ, നിങ്ങൾ തന്നെയാണ് ഉന്നതർ എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അതായത് ഭൗതികമായ കുറവുകൾ കണ്ട് വിശ്വാസികൾ ഒരിക്കലും തന്നെ നിരാശപ്പെടേണ്ടതില്ല. ചരിത്രത്തിലെ ഏറ്റവും വലിയ ഉദാഹരണം അത് ബദറിന്റെ ഉദാഹരണമാണ്. ആ ബദരീങ്ങളുടെ ന്യൂനപക്ഷമായ ബദരീങ്ങളുടെ വിജയം, മർദ്ദിത ജനവിഭാഗത്തിന്റെ വിജയം തീർച്ചയായും ലോകാവസാനം വരെയുള്ള മുഴുവൻ മർദ്ദിത ജനവിഭാഗങ്ങൾക്കും ഊർജം നൽകുന്ന ഒന്നാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് നമ്മുടെ കൺമുന്നിൽ ഫലസ്തീനിലെയും ഗസയിലെയും സഹോദരങ്ങൾ അവർ കാണിക്കുന്ന ക്ഷമയും ധീരതയും ഒരുപക്ഷെ ഭൗതികവാദികൾക്ക്, ദുനിയാവിന്റെ ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. ഇസ്രായേലി സാണിസ്റ്റ് ഭീകരന്മാർ അമേരിക്കയുടെയും മറ്റു പാശ്ചാത്യൻ ശക്തികളുടെയും പിന്തുണയോടെ, ലാറ്റിൻ അമേരിക്കൻ ശക്തികളുടെ പിന്തുണയോടെ, നാറ്റോയുടെ പിന്തുണയോടെയും ഒക്കെ അവിടെ കൂട്ടക്കലകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നടത്തിക്കഴിഞ്ഞു, ഇനി ഒന്നുമില്ല. ആശുപത്രികൾ താറുമാറാക്കി, സർവകലാശാലകളില്ല, ഹോസ്പിറ്റലില്ല, സ്കൂളുകളില്ല, അഭയാർത്ഥി ക്യാമ്പുകൾ പോലും തരിപ്പണമാക്കി, ബോംബിട്ട് പൂർണ്ണമായും തകർത്തു, ഒരു നാടിനെ മുഴുവൻ അവശിഷ്ടമാക്കി, കൂമ്പാരമാക്കിയ സംഭവമാണ് പുതിയ കാലഘട്ടത്തിലുള്ളത്. ആർക്കും ഒരു വേദനയില്ലല്ലോ, ആർക്കും ഒരു പ്രയാസമില്ലല്ലോ. നിങ്ങളത് ചിന്തിച്ചു നോക്കൂ, ഏത് കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്? മുസോളിനിയുടെയും ഹിറ്റ്ലറുടെയും കാലഘട്ടത്തിൽ നടന്നു എന്ന് പറയപ്പെടുന്ന, അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ നടന്ന ചരിത്രങ്ങളെ കുറിച്ച് വല്ലാതെ വേദനിക്കുന്ന, വല്ലാതെ പ്രയാസപ്പെടുന്ന പുതിയ കാലഘട്ടത്തിലെ ആളുകളുണ്ടല്ലോ, പുരോഗമനം പറയുന്ന ആളുകളുണ്ടല്ലോ. മുസോളിനിയും അതേപോലെ തന്നെ ഹിറ്റ്ലറും ഒക്കെ ചെയ്ത ക്രൂരകൃത്യങ്ങളെക്കാൾ അതിഭീകരമായ ക്രൂരകൃത്യമാണ് ഇട്ടാവട്ടത്തിലിരിക്കുന്ന ഫലസ്തീനിലെ ഗസയിൽ സിയോണിസ്റ്റ് ഭീകരന്മാർ കാണിച്ചത്. ആർക്കൊരു മിണ്ടാട്ടില്ല. ആ മനുഷ്യർ ഇപ്പോഴും വേദനയുടെ നീറ്റലിലാണ്. ആ മനുഷ്യർക്ക് ഇന്നും മോചനമില്ല. കിടക്കാൻ പോലും അവർക്ക് ഒരു വീടില്ല, ഹോസ്പിറ്റലിൽ പോകാൻ ഹോസ്പിറ്റലുകളില്ല. പൂർണ്ണമായും നാട് നാം അവിശേഷമാക്കിയിരിക്കുന്നു. എന്നിട്ടും കലി തീരാതെ വീണ്ടും സിയോണിസ്റ്റ് ഭീകരന്മാർ വീണ്ടും അവരെ ആക്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. ആലോചിച്ച് നോക്കണം. ഈ ഘട്ടത്തിലൊക്കെ ചോരയൊലിപ്പിക്കുന്ന മണ്ണിൽ നിന്നുകൊണ്ട് സ്വന്തം മക്കളുടെ മൃതദേഹങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഫലസ്തീൻ ഉമ്മമാരും സഹോദരിമാരും കുഞ്ഞുങ്ങളും വിളിച്ചു പറയുന്നുണ്ട് അൽഹംദുലില്ലാ എന്നാണ്. അതായത് ഇത് വല്ലാത്തൊരു ആത്മവിശ്വാസമാണ്. ഈ ആത്മവിശ്വാസത്തിന്റെ രഹസ്യം ഇവിടെയുള്ള ഭൗതികവാദികൾക്കറിയില്ല, സിയോണിസ്റ്റുവാദികൾക്കറിയില്ല, അവരെ പിന്തുണക്കുന്ന ഇന്ത്യൻ ഫാസിസ്റ്റുകൾക്കും അറിയുകയില്ല, അവരെ പിന്തുണക്കുന്ന മതേതരത്തിന്റെ മുഖമൂടി ധരിച്ച ഒരാളുകൾക്കും അറിയില്ല. എന്തുകൊണ്ടെന്നാൽ അവരൊക്കെ ദുനിയാവിന്റെ ആളുകളാണ്. ദുനിയാവിൽ കുറെ സുഖം വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. ഈ ദുനിയാവിൽ സ്വർഗം പണിയണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. പക്ഷേ വിശ്വാസികൾക്ക് ഈ ദുനിയാവ് എന്ന് പറയുന്നത് താൽക്കാലികമായ ഒരു ഗ്രഹം മാത്രമാണ്. അതങ്ങനെ തന്നെയാണ്. 60-70 വയസ്സ് മാത്രമാണ് ഒരു മനുഷ്യൻ ഇവിടെ ജീവിക്കുന്നത്. അത്രമാത്രം. അത് കഴിഞ്ഞാൽ കഴിഞ്ഞു. ഇതാണ് വിശ്വാസികളുടെ നിലപാട്. അതുകൊണ്ട് തന്നെ ഭൂമിയിൽ അക്രമം നടത്തുന്ന ഒരു അക്രമിയുടെ മുന്നിലും മുട്ടുമടക്കുകയില്ല എന്ന നിശ്ചയദാർഢ്യതയാണ് വിശ്വാസികൾക്ക്, ഫലസ്തീനിലെ വിശ്വാസികൾക്കുള്ളത്. അതേപോലെ തന്നെ ഗസയിലെ വിശ്വാസികൾക്കുള്ളത്. അവർ അള്ളാഹുവിന്റെ മുന്നിൽ മാത്രമേ മുട്ടുമടക്കുകയുള്ളൂ. അവരോടൊപ്പം ആക്രമിക്കപ്പെടുന്ന ആ വിഭാഗത്തോടൊപ്പം വിശ്വാസികളായ നമ്മുടെ ഹൃദയത്തെ ചേർത്ത് വെക്കണം. നമ്മുടെ പ്രാർത്ഥനകളിൽ ആ പാവപ്പെട്ട മനുഷ്യന്മാർ എപ്പോഴും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് പറഞ്ഞതിന്റെ താല്പര്യം. സാമ്രാജ്യത്വ ശക്തികൾക്ക് പണ്ടേയുള്ളൊരു ധാരണയുണ്ട്. അതായത് ഒരു പ്രസ്ഥാനത്തിന്റെയോ അല്ലെങ്കിൽ ഒരു രാജ്യത്തിന്റെയോ നേതാക്കളെ കൊന്നൊടുക്കിയാൽ ആ ജനതയുടെ പോരാട്ട വീര്യം, ആദർശമൊക്കെ ഇല്ലാതെയായി പൂർണ്ണമായും അതങ്ങ് തീർന്നു പോകുമെന്നൊരു ധാരണ സാമ്രാജ്യത്വ ശക്തികൾക്ക് നേരത്തെ ഉള്ള ഒരു ധാരണയാണ്.
കൊന്നു തീർത്താൽ എല്ലാം ഇല്ലാതെയാക്കാം എന്ന മൂഢമായൊരു ധാരണ. എന്നാൽ അമേരിക്കൻ ഇസ്രായേൽ അജണ്ടകൾക്ക് കനത്ത തിരിച്ചടി ഇപ്പോൾ ഈ ലോകത്ത് നേരിട്ട് കൊണ്ടിരിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. നേതാക്കൾ മരിക്കുമ്പോൾ പ്രസ്ഥാനങ്ങൾ തളരുന്നില്ല. ഗസ അതിന് ഉദാഹരണമാണ്. മറിച്ച് കൂടുതൽ കരുത്തോടുകൂടെ ഉയർത്തെഴുന്നേൽക്കുകയാണ് അവർ ചെയ്യുന്നത്. ജീവിച്ചിരിക്കുന്ന നേതാവിനേക്കാൾ വലിയ ശക്തിയായി, ഷഹീദായി അല്ലെങ്കിൽ രക്തസാക്ഷിയായി മാറിയ നേതാവ് മാറിയിരിക്കുന്നു എന്നുള്ള അത്ഭുതമാണ് ഇന്ന് ലോകം സാക്ഷ്യം വഹിച്ചത്. ഷഹീദുകളുടെ രക്തം പുതിയ പോരാട്ട വീര്യമുള്ള തലമുറകളെ സൃഷ്ടിക്കുന്ന അനുഭവമാണ് ഇറാനിലും ഗസയിലും എന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെയൊക്കെ അർത്ഥം, അഥവാ പീഡിപ്പിക്കപ്പെടുന്ന ജനതയുടെ കൂടെ അള്ളാഹു ഉണ്ടാകും, അള്ളാഹുവിന്റെ സഹായം അവർക്കുണ്ടാകും. ഇന്നവർ പീഡിപ്പിക്കപ്പെടുന്നെങ്കിൽ ഒരു ദിനം തീർച്ചയായും അവർക്ക് വിജയമുണ്ടാകും. ഇന്ന് പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഭീകരന്മാരായ മുഴുവൻ നേതാക്കന്മാർക്കും ശക്തമായ പരിണതിയും ഉണ്ടായിരിക്കുമെന്നുള്ളതാണ് പരിശുദ്ധ ഖുർആന്റെ ശാസന. ചരിത്രം അതാണ് നമ്മോട് പറയുന്നത്. അമേരിക്കൻ സയനിസ്റ്റ് ഭീകരന്മാരോട് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിച്ചുകൊണ്ട് പോരാടുന്ന ഇറാന്റെയും അതിന്റെ പ്രതിരോധ സംവിധാനങ്ങളുടെയും കാര്യം മഹാ അത്ഭുതമാണ്. എല്ലാവരും അത്ഭുതത്തോടുകൂടി പറയുന്നുണ്ട് ആ കാര്യം. സാമ്രാജ്യത്തിന്റെ സകല ഉപരോധങ്ങളും അതിജീവിച്ചുകൊണ്ട് ഇറാൻ ഇന്ന് ലോകത്തിന് മുന്നിൽ തലയുയർത്തി തന്നെയാണ് നിൽക്കുന്നത്. രക്തസാക്ഷിയായ ഇറാന്റെ പരമോന്നത നേതാവ് സയ്യിദ് അലി ഖാംനഈ പ്രതിരോധത്തിന്റെ ആത്മീയ ശില്പിയായിരുന്നു. അദ്ദേഹത്തെയാണ് കൊന്നുകളഞ്ഞത്. അദ്ദേഹത്തെ കൊന്നുകളയലോടുകൂടെ എല്ലാം തീർന്നു എന്നാണ് ഈ സിയോണിസ്റ്റ് ശക്തികൾ വിചാരിച്ചത്. എന്നാൽ അദ്ദേഹത്തിന്റെ അന്ത്യകർമ്മ ചടങ്ങുകൾ ജനലക്ഷങ്ങൾക്ക് സാക്ഷിയാക്കിക്കൊണ്ട്, ജനലക്ഷങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട്, ലോകത്തിലുള്ള 40ഓളം രാഷ്ട്രങ്ങളുടെ പ്രതിനിധികളെ ക്ഷണിച്ചു വരുത്തിക്കൊണ്ട്, ഞങ്ങൾ വിജയിച്ചിട്ടില്ല, ഞങ്ങളെ പരാജയപ്പെടുത്താൻ സാധിക്കുകയില്ല എന്ന വളരെ കൃത്യമായ ആശയമാണ് ഇറാന്റെ നേതൃത്വം ലോകത്തോട് പഠിപ്പിച്ചത്, അല്ലെങ്കിൽ അമേരിക്കയെ പഠിപ്പിച്ച് സിയോണിസ്റ്റുകളെ പഠിപ്പിച്ചത്. അലി ഖാംനഈ ഒരുപക്ഷെ ഷിയ വിശ്വാസിയായിരിക്കാം. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ടത് ഇവിടെ ഷിയായിസമല്ല, ഇവിടെ സുന്നിസമല്ല. അവരുടെ ലക്ഷ്യം ഇസ്ലാമാണ്, പരിശുദ്ധ ഖുർആനാണ് എന്ന മൗലികമായ തത്വത്തിൽ നിന്ന് വേണം ഈ കാര്യങ്ങളെ നമ്മൾ നോക്കിക്കാണാൻ. അലി ഖാംനഈ ജനതയെ 40 വർഷത്തോളം പഠിപ്പിച്ച അമൂല്യമായ ചില കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം ആത്മീയമായ കരുത്തും തവക്കുലുമാണ്. അള്ളാഹുവിലുള്ള അതിശക്തമായ വിശ്വാസവും തവക്കുലുമാണ്. മറ്റൊന്ന് ശാസ്ത്രീയമായ മുന്നേറ്റമാണ്. ശാസ്ത്രീയമായി ഞങ്ങളാണ് ഏറ്റവും കൂടുതൽ മുമ്പന്മാരെന്ന് യൂറോപ്യന്മാർ പറയുമ്പോൾ, അല്ല, നിങ്ങളെക്കാൾ ശാസ്ത്രീയമായ വികാസങ്ങളും ആയുധബലവും ശക്തിയും ഞങ്ങൾക്കുണ്ട് എന്നതുപോലും ഈ ഘട്ടത്തിൽ ഇറാൻ തെളിയിച്ചിരിക്കുന്നു എന്നുള്ളതും വളരെ അത്ഭുതമാണ്. അതുപോലെ തന്നെ അലി ഖാംനഈ ഉയർത്തിപ്പിടിച്ച മറ്റൊരാശയം ഇസ്ലാമിക സമൂഹത്തിന്റെ ഐക്യമാണ്. ഷിയ സുന്നി ഭിന്നതകൾക്കപ്പുറം മുസ്ലിം ഉമ്മത്തിന്റെ പൊതുവായ ശത്രുവിനെതിരെ ഒന്നിച്ചു നിൽക്കണമെന്ന നയം അദ്ദേഹം മുന്നോട്ട് വെച്ചു. അതുകൊണ്ട് തന്നെ ഫലസ്തീനികൾ സുന്നികളാണ്, ഇറാനികൾ ഷിയാക്കളാണ്. അവർക്കിടയിൽ അഭിപ്രായ ഭിന്നതയുണ്ടെങ്കിലും പൊതുശത്രുവിനെതിരെ ഒരുമിച്ച് നിൽക്കണമെന്ന കാലിക പ്രസക്തിയുള്ള ആശയമാണ് അലി ഖാംനഈ മുന്നോട്ട് വെച്ചത്. അതുകൊണ്ട് തന്നെയാണ് അലി ഖാംനഈയുടെ ജനാസ സംസ്കരണത്തിൽ സൗദി അറേബ്യയിലെ പ്രതിനിധികൾ, അതേപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലെ ഗൾഫ് നാട്ടിലുള്ള പ്രതിനിധികൾ പങ്കെടുത്തതും ദുആയിൽ പങ്കാളികളായതുമൊക്കെ. ഈ ഒരു കാര്യമൊക്കെ വളരെ കൃത്യമായി നമ്മൾ ആലോചിക്കേണ്ട കാര്യം തന്നെയാണ്. ഈ സമയത്ത് മുസ്ലിം ഉമ്മ എന്ന നിലയിൽ ഈ സംഗതിയിൽ നിന്ന് നമ്മൾ പാഠം ഉൾക്കൊള്ളേണ്ട ചില കാര്യങ്ങളുണ്ട്. അതായത് നമ്മുടെ ഈമാൻ, ആ ഈമാൻ നമ്മൾ ഉറപ്പിക്കണം. സാഹചര്യങ്ങൾ പ്രതികൂലമായിരിക്കാം. ഇന്നത്തെ പ്രതികൂലമായ സാഹചര്യം അത് ഗസയിലും ഇറാനിലുമാണെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യയിലും ഇങ്ങനെ പ്രതികൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകുമാറുള്ള ചില പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ വിചാരങ്ങള്, നമ്മുടെ വിശ്വാസങ്ങള്, നമ്മുടെ അടയാളങ്ങള്, നമ്മുടെ ചിഹ്നങ്ങളൊക്കെ ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥകളുണ്ട്. ഈ ഒരു പുതിയ കാലഘട്ടത്തിൽ തന്നെ 24ഓളം മസ്ജിദുകൾ തകർക്കപ്പെട്ട അവസ്ഥകൾ നമ്മൾ കാണുന്നുണ്ട്, നമ്മൾ കേൾക്കുന്നുണ്ട്. അതേപോലെ തന്നെ ബാബരി മസ്ജിദ് ദംസനത്തിന് ശേഷം ശത്രുക്കൾ ഉന്നം വെച്ച ധാരാളം പള്ളികൾ പൊളിക്കണമെന്ന തീരുമാനത്തിലേക്ക് വരുന്നുണ്ട്. അനുകൂലമായ കോടതി വിധികൾ വരുന്നുണ്ട്. ഈ ഘട്ടത്തിലൊന്നും നിരാശപ്പെടേണ്ട ഒരു കാര്യവുമില്ല. എന്തുകൊണ്ടെന്നാൽ ശത്രുവിന്റെ മുന്നിൽ ധീരതയോടുകൂടെ സമീപനം സ്വീകരിച്ചുകൊണ്ട് ഹൃദയത്തിൽ വിശ്വാസം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോയാൽ ഒരു ശത്രുവിനും നമ്മെ പരാജയപ്പെടുത്താൻ സാധിക്കുകയില്ല എന്നുള്ള പാഠമാണ് ഈ ഒരു
സംഭവത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാം. അതുപോലെ തന്നെ മുസ്ലിം ഉമ്മത്തിന്റെ ഐക്യം അത് പ്രാദേശികമായും അത് ദേശീയ തലത്തിലും മഹല്ല് തലത്തിലും എല്ലാ അർത്ഥത്തിലും മുസ്ലിം സമൂഹത്തിന്റെ ഐക്യം, ഉമ്മത്തിന്റെ സഹകരണം, ഉമ്മത്തിന്റെ ഐക്യത്തോടുകൂടിയുള്ള പ്രവർത്തനങ്ങൾ തീർച്ചയായും ഉണ്ടാകേണ്ടതുണ്ട് എന്നുള്ളതിലേക്കാണ് ഈ സംഭവങ്ങളൊക്കെ വിവരിച്ചുള്ളത്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, വഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖു, നിങ്ങൾ അല്ലാഹുവിന്റെ ഭാഷ മുറുകെ പിടിക്കണം, നിങ്ങൾ ചിന്ത ഭിന്നമാകാൻ പാടില്ല. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം, പക്ഷേ പൊതുവായ ആവശ്യങ്ങളിലൊക്കെ നിങ്ങൾ ഒരുമിച്ച് നിൽക്കണം. പൊതുവായ ശത്രുവിനെ നിങ്ങൾ ശത്രുവായിട്ട് കാണണം. നിങ്ങൾക്കിടയിൽ ആ വിഷയത്തിൽ അഭിപ്രായ ഭിന്നത ഉണ്ടാകുമ്പോൾ അത് ഷിയാക്കളാണ്, അവർ അമേരിക്ക അടിക്കട്ടെ എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ നിങ്ങൾ വിശ്വാസത്തിന്റെ മൂല്യത്തിൽ നിന്ന് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. അഥവാ നിങ്ങൾക്കിടയിലുള്ള അനൈക്യം, ആ അനൈക്യം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തൊരു ഘട്ടം നിങ്ങൾ ശത്രുവിന്റെ മുന്നിൽ നിൽക്കുമ്പോഴാണ്. നിങ്ങളെ ശത്രുക്കൾ കാണുന്ന ഘട്ടത്തിൽ നിങ്ങൾ അനൈക്യം പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കാറ്റ് പോകുമെന്നാണ് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നത്. അതുകൊണ്ട് തന്നെ ബോധിശക്തികളുടെ അഹങ്കാരത്തിന് മുന്നിൽ തലകുനിക്കാതെ അള്ളാഹുവിൽ മാത്രം പരമേൽപ്പിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ലോകത്തെമ്പാടുമുള്ള മർദ്ദിതരായ ജനവിഭാഗങ്ങൾക്ക്, പ്രത്യേകിച്ച് ഫലസ്തീനിലെയും ഗസയിലെയും നമ്മുടെ പീഡിതരായ സഹോദരങ്ങൾക്ക് അള്ളാഹു ശാശ്വതമായ വിജയം പ്രദാനം ചെയ്യുമാറാവട്ടെ. അക്രമികളുടെ കെണിയിൽ നിന്ന്, ഗൂഢാലോചനകളിൽ നിന്ന് ഈ നാടിനെയും നമ്മുടെ രാജ്യത്തെയും ലോകത്തെ തന്നെയും സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അൻസുറിൽ മുസ്തൽഇഫീന ഫീ ഫലസ്തീൻ വഫീ കുല്ലി മകാൻ. അല്ലാഹുമ്മ സബ്ബിത് അഖ്ദാമഹും വഷ്ഫി മർളാഹും വതഖബ്ബൽ ശുഹദാഅഹും. اللهم عليك بالظالمين المعتدين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته.